ഇന്ന് കുവൈത്തിനും ബഹ്റൈനും നേരെ നടന്നിട്ടുള്ള ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ മിനിസ്ട്രീസ് പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ അടുത്ത അടി UI ഇറന്ന് വാങ്ങിക്കുമെന്നാണ് തോന്നുന്നത്. അതിനുള്ള കാര്യങ്ങൾ UI ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി ഡിസ്കസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ട്രംപ് അണ്ണനും നെതന്യാവും ആകെ പ്രശ്നത്തിലാണ്. ഇവർ രണ്ടുപേരും ഫോൺ കോൾ ഒക്കെ ചെയ്തിട്ട് പരസ്പരം ആകെ പ്രശ്നത്തിലാണ്, കുഴപ്പത്തിലാണെന്നുള്ള ഇൻഫർമേഷൻസ് ആണ് പുറത്തു വരുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപക്ഷെ ഇറാൻ, അതായത് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി US ഒറ്റക്ക് പോയത് കൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. കാരണം അല്ലെങ്കിൽ ഇതുപോലുള്ള അറ്റാക്ക് ഇന്ന് ഇസ്രായേലിനും കിട്ടിയ തന്നെയാണ്. നമുക്ക് ആദ്യം തന്നെ കുവൈത്തി ഒഫീഷ്യൽസ് പറയുന്നത്, അതായത് കുവൈത്തിന്റെ ഡിഫൻസ് മിനിസ്ട്രി സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള സൗദ് അബ്ദുൽ അസീസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. അവർ പറഞ്ഞിട്ടുള്ളത്, ഇറാൻ ലോഞ്ച് 13 ബാലിസ്റ്റിക് മിസൈൽസ് ആൻഡ് ഡ്രോൺസ്. ഇറാൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് 30ഓളം ബാലിസ്റ്റിക് മിസൈൽസും ഡ്രോൺസും ആണ്. അതിൽ കുവൈത്തി എയർ സ്പേസിൽ ഏകദേശം 13ഓളം ഹോസ്റ്റൈൽ ബാലിസ്റ്റിക് മിസൈൽസ് എന്തിട്ടുണ്ട് ആംഡ് ഫോഴ്സ് ഡിറ്റക്ട് ചെയ്യുകയും അതേപോലെ എൻഗേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുള്ളത് കൂടുതലും റെസിഡൻഷ്യൽ ഏരിയാസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് വീണിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആംഡ് ഫോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് 17ഓളം ഹോസ്റ്റൈൽ ഡ്രോൺസ് ഡിറ്റക്ട് ചെയ്യുകയും എൻഗേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഈ ഡിഫൻസ് മിനിസ്ട്രി സ്പോക്ക് പേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഏകദേശം 63 പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെന്നും ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഡിഫൻസ് മിനിസ്ട്രി സ്പോക്ക് പേഴ്സൺ പുറത്തുവിട്ടിട്ടുള്ളത്. കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒരു ഇന്ത്യക്കാരനാണെന്നാണ് കുവൈത്ത് ഇൻഫോം ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല നമ്മുടെ ഇന്ത്യൻ എംബസി ഈ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് കൊല്ലപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ളത് ഒരു ഇന്ത്യക്കാരനാണെന്ന്. അതുമാത്രമല്ല ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്, കുവൈത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ന് നടന്നിട്ടുള്ള ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാഷണൽ എന്ത് ചെയ്തിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല സെവറൽ ഓഫ് അവർ നാഷണൽസ് ആർ ഇഞ്ചേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കുവൈത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു 63 പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെന്ന്. അതിൽ കുറച്ച് പേർ ഇന്ത്യൻ നാഷണൽസ് ആണെന്നാണ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കുവൈത്ത് ഈ ഒരു അറ്റാക്കിന് ഇറാനെ ബ്ലെയിം ചെയ്യുകയും അതുപോലെ തന്നെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2 ഇറാനിയൻ എംബസി സ്റ്റാഫ് എന്ത് ചെയ്യണം 24 മണിക്കൂറിനുള്ളിൽ രാജ്യം, അതായത് കുവൈത്ത് വിടണം എന്നുള്ള ഒരു കാര്യം ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുവൈത്ത്. അത് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഇറാൻ പറഞ്ഞിട്ടുള്ളത് ദ കുവൈത്ത് ആൻഡ് ബഹ്റൈൻ ബിയർ ഡയറക്ട് റെസ്പോൺസിബിലിറ്റി ഫോർ US അറ്റാക്ക്. US അറ്റാക്കിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഡയറക്ട്ലി എന്ത് ചെയ്യുന്നത് ബഹ്റൈന്റെയും കുവൈത്തിന്റെയും നേരെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറാൻ പറഞ്ഞിട്ടുള്ളത് US ഞങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്, അതായത് സീസ് ഫയർ നിലനിൽക്കുമ്പോൾ അത് സീസ് ഫയർ വയലേഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഇന്റർനാഷണൽ ലോ ഒക്കെ മനസ്സിലാക്കണം. സീസ് ഫയർ ഒക്കെ ഉള്ള സമയത്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് സീസ് ഫയറിനെ വയലേറ്റ് ചെയ്യും, ഇന്റർനാഷണൽ ലോനൊക്കെ വയലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും ഫോറിൻ മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളത്, അതായത് ഇറാൻ ഫോറിൻ മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളത് കുവൈത്ത് ആൻഡ് ബഹ്റൈൻ ബിയർ ഡയറക്റ്റ് ആൻഡ് ക്ലിയർ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സ്ട്രൈക്കിന്, അതായത് ഇറാന് നേരെ നടന്നിട്ടുള്ള സ്ട്രൈക്കിന് ക്ലിയർ ആൻഡ് ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബഹ്റൈനും കുവൈത്തും ആണെന്നാണ് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബഹ്റൈനും കുവൈത്തും എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ടെറിട്ടറിയും ഫെസിലിറ്റീസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് US കൊടുത്തിട്ടുണ്ട്. അതായത് US സപ്പോർട്ട് ചെയ്ത പോലെയാണ് ഈ ഒരു കാര്യം കണക്കാക്കുന്നത്. അതായത് US മിലിറ്ററി ഓപ്പറേഷൻ അഗൈൻസ്റ്റ് ഇറാനെതിരെയുള്ള US മിലിറ്ററി ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഈ ടെറിട്ടറിയും ഫെസിലിറ്റീസും ഒക്കെ എന്ത് ചെയ്യുന്നത് അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കാരണമായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കുവൈത്ത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കുവൈത്ത് ഡിനൈസ് ദ ടെറിട്ടറി വാസ് യൂസ്ഡ് ഫോർ അറ്റാക്ക് ആഫ്റ്റർ ഇറാൻ ക്ലൈംസ്. ഇറാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുവൈത്തിന്റെ ടെറിട്ടറീസ് എന്ത് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. അതായത് വെൻ സ്റ്റേ ദാറ്റ് ഇറ്റ്സ് ടെറിട്ടറി ആൻഡ് എയർ സ്പേസ് വാസ് നോട്ട് യൂസ്ഡ് ടു അറ്റാക്ക് എനി കൺട്രി. ഒരു രാജ്യത്തെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുവൈത്തിന്റെ ടെറിട്ടറിയോ എയർ സ്പേസോ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് കുവൈത്ത് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് ഡിനൈനി ഇറാൻ ക്ലൈംസ്. ഇറാൻ പറഞ്ഞിട്ടുള്ളത് US ലോഞ്ച് ചെയ്യാൻ വേണ്ടി, അതായത് ഇറാനെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി ലോഞ്ചിങ് സപ്പോർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്, കുവൈത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം മൊത്തത്തിൽ ഇവർ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ആണ്, അതായത് കുവൈത്തി ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ആണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ എയർപോർട്ടിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കൊന്ന് കാണാം. വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്.
കണ്ടില്ലേ, നല്ല രീതിയിലുള്ള സ്ട്രൈക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ബഹ്റൈന്റെ കാര്യം നോക്കിയാൽ ബഹ്റൈൻ കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും ഇപ്പോൾ പുറത്തു വിട്ടില്ല. ബഹ്റൈൻ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഇന്റർസെപ്റ്റ് 3 ഇറാനിയൻ മിസൈൽസ് ആൻഡ് മൾട്ടിപ്പിൾ ഡ്രോൺസ് എന്നാണ്. അതായത് 3 ഇറാനിയൻ മിസൈൽസും കുറച്ച് മൾട്ടിപ്പിൾ ഡ്രോൺസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും ബഹ്റൈൻ പുറത്തുവിട്ടില്ല. അതുപോലെ US ബേസിൽ അറ്റാക്ക് ചെയ്തു എന്ന് ഇറാൻ പറയുന്ന കാര്യങ്ങളൊന്നും കുവൈത്തോ അല്ലെങ്കിൽ ബഹ്റൈനോ പുറത്തുവിട്ടിട്ടില്ല. അത് പറയുകയും ചെയ്യില്ല. കാരണം US അങ്ങനെയാണല്ലോ, യുഎസിന്റെ കാര്യങ്ങളൊന്നും കൂടുതൽ പുറത്തേക്ക് വരില്ല. കാരണം നാണക്കേടാണല്ലോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, UI അടുത്ത അടി എറന്ന് വാങ്ങിക്കാനുള്ള പരിപാടിയിലാണെന്ന്. നമുക്കത് പരിശോധിക്കാം. അതായത് UI calls for unified Gulf stance after Iran attacks on Kuwait and Bahrain. കുവൈത്തിലും ബഹ്റൈനിലുമുള്ള അറ്റാക്ക്, ഇറാന്റെ അറ്റാക്കിന് ശേഷം ഇപ്പോൾ UI കോൾ ചെയ്തിട്ടുള്ള ഒരു യൂണിഫൈഡ് ഗൾഫ് സ്റ്റാൻഡ് ആണ്. അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പ്രസിഡന്റിന്റെ അഡ്വൈസർ ആയിട്ടുള്ള അൻവർ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദ ഫേം ആൻഡ് യൂണിഫൈഡ് ഗൾഫ് റെസ്പോൺസ് ടു വാട്ട് ഹി ഡിസ്ക്രൈബ് ആസ് റിപ്പീറ്റഡ് ഇറാനിയൻ അഗ്രഷൻ അഗൈൻസ്റ്റ് കുവൈത്ത് ആൻഡ് ബഹ്റൈൻ. കുവൈത്തിനും ബഹ്റൈനും നേരെയുള്ള ഇറാന്റെ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള അഗ്രഷൻ, ഈ ഒരു അറ്റാക്കിന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് യൂണിഫൈഡ് ഒരു ഗൾഫ് റെസ്പോണ്ട് വേണമെന്നാണ് പറഞ്ഞത്. ഇവർ പറഞ്ഞിട്ടുള്ളത് നോ ഗൾഫ് സ്റ്റേറ്റ് ഷുഡ് ബി ലെഫ്റ്റ് അലോൺ ടു ഫേസ് സച്ച് അറ്റാക്ക്. അതായത് ഇതുപോലുള്ള അറ്റാക്സ് ഒന്നും ഗൾഫ് സ്റ്റേറ്റ് എന്ത് ചെയ്യേണ്ട, ഒറ്റക്ക് നേരിടേണ്ട അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. സ്ട്രെസിംഗ് ദാറ്റ് ദ സെക്യൂരിറ്റി ഓഫ് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ കൺട്രീസ് ഈസ് ഇന്റർകണക്റ്റഡ് ആൻഡ് ഇൻട്രസ്റ്റഡ് ആർ ഷെയർഡ്. ഇത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിന്റെ, അതായത് അതിലുള്ള കൺട്രീസിന്റെ സെക്യൂരിറ്റി ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്, അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ ഷെയർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിനെ നേരിടാം. അതായത് ഇറാനെതിരെ ഒരു വെല്ലുവിളി പോലെയാണ്. അതായത് ഈ GCC കൺട്രീസ് ഒക്കെ ഒരുമിച്ച് നിന്ന് ഇറാനെ നേരിടണമെന്നാണ് UIയുടെ പ്രസിഡന്റിന്റെ അഡ്വൈസർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഒരു 1-2 ആഴ്ച മുൻപ് ഇതുപോലെ UI ഒന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഇറാനെ. അതിന് കണക്കിന് ഇറാൻ കൊടുത്തിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ അതാ വീണ്ടും വെല്ലുവിളിയുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, US-ഉം ഇസ്രായേലും ഒരുമിച്ച് നിന്ന് ഇറാനെ അറ്റാക്ക് ചെയ്തിട്ടും ഇപ്പോഴും സ്റ്റിൽ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് UI, അതായത് എല്ലാ കാര്യത്തിനും പറയുന്നതിന് സങ്കടമുണ്ടെങ്കിലും എല്ലാ കാര്യത്തിനും സെക്യൂരിറ്റിക്കടക്കം US-നെ ഡിപ്പെൻഡ് ചെയ്യുന്ന UI ഇറാനെ വെല്ലുവിളിക്കുന്നത്. അതായത് സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് UI ഇവിടെ ചെയ്യുന്നത്.